Hi dears, Nishi's kitchen ലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് Mangalore Buns. നമ്മ കാസർഗോട്ടുകാർ ഇതിനെ ബൻസ് എന്ന് പറയും. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം പഴം ഉടച്ചെടുക്കണം. ഞാനിപ്പോ 2 പഴം എടുത്തിട്ടുണ്ട്. ഇത് റോബസ്റ്റ പഴമാണ്. നേന്ത്രപ്പഴം അല്ലാത്ത ഏതെങ്കിലും പഴം എടുക്കാം. ഇതിന് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കണം. പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് നല്ലോണം ഉടക്കാം. പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇത് ടേബിൾ സ്പൂണിനേക്കാളും ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ ഒരു 3-4 പ്രാവശ്യം ഒഴിക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇത് ഞാൻ പഞ്ചസാര മിക്സിയിൽ ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഈ പെരിഞ്ജീരകത്തിന് പകരം ചെറിയ ജീരകം വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ആട്ട ചേർക്കാം. ഇത് കൂടുതലും മൈദയിലാണ് ചെയ്യാറുള്ളത്, ഞാനിപ്പം ആട്ടയിൽ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായി കുഴക്കാം. ഇത് ഏകദേശം കുഴച്ചിട്ടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വീണ്ടും നന്നായി കുഴച്ചെടുക്കാം. മാവ് ഇപ്പം പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് കട്ടി ഉണ്ടാവണം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്നതിനാളും കുറച്ച് ലൂസായിരിക്കണം. ഞാൻ നേരത്തെ 1/2 കപ്പ് ആട്ട എടുത്തിട്ട് ഇതിന്റെ കട്ടി പോരാഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ആട്ട ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഈ പാകത്തിന് കണക്കായിട്ട് ആട്ട ചേർക്കാം. ബൻസിനുള്ള കൂട്ട് റെഡിയാണ്. ഇതിനി പറ്റുമെങ്കിൽ ഒരു 3-4 മണിക്കൂർ അടച്ചു മാറ്റി വെക്കാം. ഞാനിപ്പം അരമണിക്കൂർ വെക്കുന്നത്. ബൻസിന്റെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉരുളയാക്കി പരത്തി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഉരുളയാക്കാം. ഏകദേശം പൂരിന്റെ പാകത്തിനുള്ള വലുപ്പത്തിനെടുക്കാം. ഞാൻ കൈക്ക് കുറച്ച് എണ്ണ പറ്റിയിട്ടുണ്ട്. ഉരുളയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കണം. ഇതിനി പരത്തിയെടുക്കാം. ഞാൻ ഈ ചപ്പാത്തി പലകയിലും ഈ ചപ്പാത്തി തടിക്കും കുറച്ച് എണ്ണ പറ്റിയിട്ടുണ്ട്. എണ്ണക്ക് പകരം പൊടി വേണമെങ്കിൽ തൂവി കൊടുക്കാം. പൊടിയാകുമ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പം ഞാൻ ചെറിയ കരിഞ്ഞ പോലത്തെ പൊടി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എണ്ണ ഉപയോഗിക്കുന്നത്. ഇതിപ്പോ പരത്തി എടുത്തിട്ടുണ്ട്. അധികം നേരത്തായിട്ട് പരത്തണ്ട, അതാ കുറച്ച് വണ്ണത്ത് പരത്തണം. ഇതിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇവിടെ അടുപ്പത്ത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഈ പരത്തി വെച്ച പൂരി എടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. എണ്ണയിലിട്ട് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം, എന്നാലും ശരിക്കും ഉള്ളു പോകൂലു. ഇതിങ്ങനെ തനിയെ പൊങ്ങി വരും. പൊങ്ങി വരുമ്പം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉണ്ടോ വേണ്ടടേ പൊങ്ങി നിൽക്കണ്ട. ഇത് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തിരിച്ചിടാം. ഇതിപ്പോ 2 സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോ ബൻസ് ഒരു 7 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഉണ്ടാക്കിയാൽ ഒരു 16-17 എണ്ണം ഉണ്ടാവും. ഇതിനി വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൻസ് റെഡിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.